ഫുൾ ടെൻഷൻ. ഈ ഒരു വർക്ക് ചെയ്ത് തീരുന്നേടം വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കൂടാതെ എന്നെ കുറച്ചധികം ബട്ടൺ ക്രിക്കറ്റ് വർക്ക് കൂടിയായിരുന്നു ഇത്. ബിക്കോസ് ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആൾ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ ഹാമ്പറിലോട്ട് 2 ബുക്സ് ആണ് ആഡ് ചെയ്യുന്നത്. എനിക്കും അത്യാവശ്യം ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ ടൈപ്പ് ബുക്സിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതുപോലെ വായനാശീലമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇതിൽ ബെല്ല വിറ്റയുടെ ഡേറ്റ് ബോം പെർഫ്യൂം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് തന്നെ ഹാമ്പേഴ്സിൽ വെക്കാൻ കസ്റ്റമേഴ്സ് പെർഫ്യൂം സജഷൻ ചോദിക്കുമ്പോൾ ആദ്യമേ ഞാൻ പറയാറ് ബെല്ല വിറ്റ തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ഹാമ്പറിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ പറയാറില്ലേ, അതുപോലെ ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ ഈ ഒരു ഹാമ്പറിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ആ പോപ്പപ്പ് ഫ്രെയിം കൂടി അതിൽ ആഡ് ചെയ്തു. അതുപോലെ ചോക്ലേറ്റ്സ് ഇല്ലാതെ എന്ത് ഹാമ്പറാണ് അല്ലേ, അപ്പോൾ നമ്മൾ ഹേസൽനട്ടിൻ്റെ ഡയറി മിൽക്ക് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട് പാഡും അതിൻ്റെ ഒപ്പം തന്നെ ഒരു മെസ്സേജ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചത്. ആൻഡ് ഫൈനലി ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് കൂടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹാമ്പർ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ഒരു ഓർഡർ കുറച്ചധികം സേഫായിട്ട് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് ചെന്നൈയിലോട്ട് നമുക്ക് അയക്കേണ്ടതാണ്. ഈ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ സിംഗിൾ ഐറ്റംസും നമ്മൾ കസ്റ്റമർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിവിടെ സേഫായിട്ട് എത്തണമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇത് പാക്ക് ചെയ്തത്. ഗിഫ്റ്റ് റിസീവ് ചെയ്ത ആളുടെ വാല്യൂബിൾ റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഈ ഒരു ഹാമ്പറിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.